എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിലുണ്ടായ വലിയ പ്രശ്നങ്ങൾ. അത് ഒട്ടൊന്നുമല്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. കരുവന്നൂർ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സഹകരണ ബാങ്കുകൾ, പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു, നേതാക്കൾ പ്രതിക്കൂട്ടിലാവുന്നു, പാർട്ടി പ്രതിസന്ധിയിലാവുന്നു. സ്വാഭാവികമായും ആ വിഷയത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ. അതെ, സുനിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത്. സാമ്പത്തിക അടിത്തറയോ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളാണ്. ആ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക മേഖലയെ സഹകരണ മേഖലയെ പിടിച്ചടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്ന് അതിനെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPM പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് CPM-ന്റെ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലുള്ള വാചകങ്ങൾ. അത് CPM-ന്റെ രേഖയായി മാറുകയാണ്, അത് നിർദ്ദേശമായി മാറുകയാണ്. ആ വാചകം ഇങ്ങനെയാണ് സുനിൽ: സഹകരണ മേഖലയിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത പാർട്ടി നേതാക്കന്മാർ ഉണ്ട്. സർക്കുലർ നൽകി, ഇവർക്ക് പണം തിരിച്ചടയ്ക്കണമെന്ന് സർക്കുലർ നൽകി, എന്നിട്ട് അവർ തിരിച്ചടച്ചിട്ടില്ല. കോടികളാണ് ഇങ്ങനെ തിരിച്ചു കിട്ടാൻ ഉള്ളത്. വലിയ തുക ലോൺ എടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇനി മുതൽ ഉപരി കമ്മിറ്റിയുടെ, അതായത് മേൽഘടകത്തിന്റെ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് കേരളത്തിലെ CPM ഭരിക്കുന്ന എന്ന വാചകമില്ല, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന വാചകം കൃത്യമായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി സംഘടനാ റിപ്പോർട്ടിന്റെ, പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി വരികയാണ്. ചർച്ച ചെയ്യുമ്പോൾ അത് പാർട്ടി രേഖയായി മാറുകയാണ്. ഇനി മുതൽ അതിനകത്തൊരു കർശന നിയന്ത്രണം CPM കൊണ്ടുവരുന്നു എന്നുള്ളതല്ലേ? അതായത് പാർട്ടി പിടിമുറുക്കുന്നു. സഹകരണ ബാങ്കുകളിൽ മേൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകി പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം നൽകി പാർട്ടി ഇതിൽ പിടിമുറുക്കുന്നു എന്നതാണ് അതിന്റെ ഒരു കണ്ടന്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ട്? അതുകൊണ്ട് അതായത് മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MP ഗോവിന്ദൻ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയാണ്. അദ്ദേഹം എന്ന് പറയുന്ന നേതാവ്, ഇപ്പോൾ സുനിലിനറിയാം, കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം പാർട്ടി ക്ലാസുകൾ എടുക്കുന്ന നേതാവാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് പാർട്ടി കേഡർമാർക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ലഹരി ഉപയോഗമായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള പ്രവണതകളായിക്കോട്ടെ, അധികാരമോഹം ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തെറ്റുതിരുത്തലുകൾ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ആ തെറ്റുതിരുത്തൽ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല എന്ന് ഈ രേഖയിൽ പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് MP ഗോവിന്ദൻ ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത് പാർട്ടി വിദ്യാഭ്യാസം കേഡർമാർക്കിടയിൽ കുറയുന്നു, കേഡർമാർക്ക് പാർട്ടി വിദ്യാഭ്യാസം കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തെറ്റുതിരുത്തൽ പ്രക്രിയ ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്ന വാചകം CPM-ന്റെ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തെറ്റുതിരുത്തൽ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല, അത് തുടർന്നു കൊണ്ടുപോയാൽ മാത്രമേ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരാനും മറ്റും പറ്റുകയുള്ളൂ. അതിനൊപ്പം തന്നെ സംഘടനാ തലത്തിലെ ദൗർബല്യം അത് പൂർണ്ണമായി മാറിയിട്ടില്ല. സംഘടനാ തലത്തിലെ ദൗർബല്യം പരിഹരിച്ചാൽ മാത്രമേ ഇപ്പോൾ പറയുന്ന പോലുള്ള മൂന്നാമത്തെ തുടർ ഭരണം ഉണ്ടാകൂ എന്ന വാചകം കൂടി ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. സുനിൽ, ഓക്കെ, ഇതൊക്കെയാണ് പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന, സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ. എനിക്ക് തോന്നുന്നത് വരും മണിക്കൂറുകളിൽ കുറെ കൂടി വിവരങ്ങൾ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ പ്രതിനിധികൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വരുന്ന കാലം എങ്ങനെയായിരിക്കണം, സർക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.